കൂട്ടം വിദ്യാർത്ഥികൾ. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ ഇന്നൊവേഷൻ സെന്ററാണ് ഡാവിഞ്ചിയുടെ മറ്റൊരു മുഖം പരിചയപ്പെടുത്തുന്നത്. മൊണാലിസയുടെ സൃഷ്ടികർത്താവ് എന്ന നിലയിൽ ലോകമറിയുന്ന ലിയനാർഡോ ഡാവിഞ്ചി മികച്ച ഒരു എഞ്ചിനീയറിംഗ് വിദഗ്ധൻ കൂടിയായിരുന്നു. പുതുതലമുറയ്ക്ക് മുന്നിൽ ഡാവിഞ്ചിയുടെ എഞ്ചിനീയറിംഗ് മികവുകൾ തെളിവുകൾ സഹിതം അവതരിപ്പിക്കുകയാണ് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. അടിസ്ഥാന സൌകര്യ വികസന രംഗങ്ങളിലും പ്രതിരോധ മേഖലയിലും ആധുനിക യുഗത്തെ കടത്തിവെട്ടുന്ന സൃഷ്ടികളും കണ്ടുപിടുത്തങ്ങളുമായിരുന്നു ഡാവിഞ്ചിയുടേത്. വേഗത്തിൽ പണിയാവുന്ന പാലങ്ങളുടെ മാതൃകകൾ, 2 തട്ടോടുകൂടിയ പാലങ്ങൾ തുടങ്ങിയ നിർമ്മിതികൾ ഡാവിഞ്ചിയുടെ സ്കെച്ചുകൾ സഹിതം പ്രദർശിപ്പിച്ചിരിക്കുന്നു. പണ്ടുകാലത്തെ യുദ്ധ ഉപകരണങ്ങളുടെ നീണ്ട നിര തന്നെയുണ്ട്. ലിയനാർഡോ ഡാവിഞ്ചി അറിയപ്പെടുന്നതെന്ന് പറയുന്ന ഒരു വലിയൊരു പെയിന്റർ ആയിട്ടാണ്. പക്ഷേ ലിയനാർഡോ ഡാവിഞ്ചിയുടെ പല 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 എഞ്ചിനീയറിംഗ് ക്രിയേഷൻസ് നമ്മൾ അറിയാതെ പോകുന്നുണ്ട്. അതിനായിട്ട് ഞങ്ങൾ സൃഷ്ടിച്ച ഒരു ലിയനാർഡോ ഡാവിഞ്ചിയുടെ കാലഘട്ടത്തിലുള്ള എഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സ് ആണ് ഇവിടെ കാണിച്ചു തരുന്നത്. ലിയനാർഡോ ഡാവിഞ്ചിയാണ് ആദ്യത്തെ ഹെലികോപ്റ്റർ, റോബോട്ട് സെറ്റ്, അതുപോലെ തന്നെ CVT, ബോൾ ബെയറിംഗ്സ്, അങ്ങനെ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പല പല മോഡേൺ ആയിട്ടുള്ള കൺസെപ്റ്റ്സുകളും ലിയനാർഡോ ഡാവിഞ്ചിയുടെ ആയിരുന്നു ആദ്യമായി കണ്ടുപിടിച്ചത്. 2ാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിച്ചു വന്ന ഗൺ ടെറന്റും പ്രദർശനത്തിലുണ്ട്. ദുബായിലെ പാംജമേറ ഐലൻഡിന്റെ പുനഃസൃഷ്ടിയാണ് സിവിൽ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസിൽ നടന്നുവരുന്ന ദൃഷ്ടി എന്ന പേരിലുള്ള പ്രദർശനം തിങ്കളാഴ്ച സമാപിക്കും. സൂര്യ ന്യൂസ്, തിരുവനന്തപുരം. തീവണ്ടിയിൽ യാത്രക്കാരിയോട് അപമര്യാദയായി പെരുമാറിയെന്ന ആരോപണത്തിന് വിധേയരായ ടിക്കറ്റ് പരിശോധകരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. TTIമാരുടെ ശരീരമാസകലം സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചതിന്റെ പാടുകളുണ്ട്.